നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലം. BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലം എന്നുള്ള പ്രത്യേകതയും നേമത്തിനുണ്ട്. ഇത്തവണ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി വന്ന രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പിന് 6 മാസം മുൻപ് തന്നെ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കുകയും പണി തുടങ്ങുകയും ചെയ്ത മണ്ഡലം. BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറം ഒരു കമ്പനിയായി വന്നതിന് ശേഷം, അതിൻ്റെ മുതലാളിയായി രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJPയെ ആരും അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി നേമമണ്ഡലത്തിലുണ്ട്. കേരളത്തിൻ്റെ മണ്ണിൻ്റെ മണമുള്ള O രാജഗോപാലും കുമ്മനം രാജശേഖരനുമൊക്കെ മത്സരിച്ച് അത് എതിരാളിയായാലും മറ്റു പാർട്ടിക്കാർക്കൊരു വിദ്വേഷമൊന്നും അവർക്കെതിരെ ഉണ്ടായിരുന്നില്ല. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യാൻ കേന്ദ്രമിറക്കിയൊരു പണച്ചാക്ക് മുതലാളി നേമത്തൊരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം പ്രായാധിക്യവും ആരോഗ്യ കാരണങ്ങളും കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുന്ന നിലവിലെ MLA ശിവൻകുട്ടി തന്നെ CPM വീണ്ടും മത്സരിപ്പിക്കുന്നതിൻ്റെ ഗുട്ടൻസ് നേമത്തെ ജനങ്ങൾക്ക് പിടികിട്ടിയിരിക്കുന്നു. ശിവൻകുട്ടിയുടേത് പേരിന് മാത്രം ഒരു സ്ഥാനാർത്ഥിത്വമാണെന്നും രാജീവ് ചന്ദ്രശേഖറിന് മറിച്ചു കൊടുക്കാനുള്ളൊരു ഡീൽ നടന്നു കഴിഞ്ഞുവെന്നും മണ്ഡലത്തിൽ സജീവ ചർച്ചയായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ചില രഹസ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ശിവൻകുട്ടി ഇപ്പോഴല്ല, മാസങ്ങൾക്ക് മുൻപേ തന്നെ BJPയുമായി രഹസ്യബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയുന്നത്. അതും മുഖ്യമന്ത്രി പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടി. ഇനി ആരോഗ്യം കൊണ്ട് തന്നെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ശിവൻകുട്ടി പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം BJPയെ ജയിപ്പിക്കാനുള്ള ഒരു ചാവേറായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന് ജയിക്കണ്ട എന്നുള്ളതാണ് തീരുമാനം. ആ സത്യം ജനങ്ങൾക്ക് പിടികിട്ടിയിരിക്കുന്നു. അതായത് ശിവൻകുട്ടിയെ വെച്ച് പിണറായി വിജയൻ നടത്തുന്ന ഓപ്പറേഷൻ, അതാണ് നേമത്ത് കാണാൻ പോകുന്നത്. മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ, സഹമന്ത്രിമാർ പോലും അറിയാതെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തെ തകർക്കുന്ന PM ശ്രീ പദ്ധതിയിൽ വളരെ രഹസ്യമായി ഒപ്പുവെച്ച കേരളത്തെ വഞ്ചിച്ചയാളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി എന്ന് നമുക്കറിയാം. BJPയുമായി സന്ധി ചെയ്യുന്ന പിണറായിക്ക് വേണ്ടിയായിരുന്നു ഇതൊക്കെ ചെയ്തത് എന്ന് വ്യക്തം. സംഘപരിവാർ ആശയങ്ങൾ കുട്ടികളിൽ കുത്തിവയ്ക്കാൻ വേണ്ടി നരേന്ദ്രമോദിയും അമിത്ഷായും നിർദ്ദേശിച്ചൊരു പദ്ധതി. പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കുടുംബം അകത്താകാതിരിക്കാൻ ശിവൻകുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ച പണി. മറ്റൊന്ന്, RSS, BJP എന്നിവരുടെ തൊഴിലാളി സംഘടനയായ BMS പോലും എതിർക്കുന്നൊരു പദ്ധതി, BJP സർക്കാരിൻ്റെ തൊഴിൽ നിയമങ്ങൾ. ആദ്യം അത് നടപ്പിലാക്കാൻ മുതിർന്നതും നേമത്തുനിന്ന് തെരഞ്ഞെടുത്തയച്ച ഇതേ തൊഴിൽ മന്ത്രി തന്നെയായിരുന്നു. രഹസ്യമായും പരസ്യമായും BJPയുടെയും RSSൻ്റെയും അജണ്ട നടപ്പിലാക്കുന്നതിന് കൂട്ടുനിന്ന ഒരാൾ ഇപ്പോൾ BJPക്ക് വേണ്ടി അതേ മണ്ഡലത്തിൽ രഹസ്യധാരണയിൽ ആ സീറ്റ് വിൽക്കാൻ നിൽക്കുമ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അതിന് സമ്മതിക്കില്ല എന്നുറപ്പാണ്. മാത്രമല്ല, ശിവൻകുട്ടിയുടെ കൂടെയുള്ളവർ മുൻ PA ശ്രീ വത്സകുമാർ അടക്കം BJPയിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. കൂടെയുള്ളവരെ പോലും നിലപാടുകൾ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരാൾ, അല്ലെങ്കിൽ BJPയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായി പ്രവർത്തിക്കുന്ന ഒരാൾ എങ്ങനെ BJPയെ നേരിടാൻ കഴിയും എന്നുള്ളതാണ് നേമത്തുയർന്നു വന്ന ചോദ്യം. അവിടെയാണ് KS ശബരിനാഥൻ എന്ന യുവനേതാവിൻ്റെ വിജയം. നേമം മണ്ഡലത്തിലെ ദേശാടന പക്ഷിയായ രാജീവ് ചന്ദ്രശേഖറിനെ ഈ മണ്ഡലത്തിൽ വേണ്ട എന്ന് ബഹുഭൂരിപക്ഷം ജനങ്ങളും തീരുമാനിച്ചിരിക്കെ അതിനു പകരം കുറച്ചു പേരെങ്കിലും ശിവൻകുട്ടിയെ ജയിപ്പിക്കാമെന്ന് കരുതിയവരാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞെട്ടിയത്. കാരണം ശിവൻകുട്ടി തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമാണ് SDPയെ പോലുള്ള ന്യൂനപക്ഷ തീവ്ര സംഘടനകളുടെ വോട്ടുകൾ ശിവൻകുട്ടി ചോദിച്ചു വാങ്ങിക്കുന്നത്. അവർ ശിവൻകുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നിൽ ഒരു വലിയ ചതിയുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കാൻ RSS നടത്തുന്നൊരു നീക്കത്തിൻ്റെ ഭാഗമാണത്. പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് ശിവൻകുട്ടിയാണ്. ഇത് മനസ്സിലാക്കിയവരിൽ ഇത്തവണ ശിവൻകുട്ടിക്ക് ലഭിക്കേണ്ട നിരവധി ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുകയില്ല. അഥവാ ചെയ്താൽ തന്നെ അവ ശബരിനാഥന് ലഭിക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ന്യൂനപക്ഷ വോട്ടുകളും കൂടി കിട്ടിയാൽ നേമത്തിന് ഒരു യുവ MLA ലഭിക്കുമെന്ന് ഉറപ്പാണ്. ഇതറിഞ്ഞ് ശബരിനാഥനെ തോൽപ്പിക്കാനാണ് ചില സംഘടനകൾ ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള പണിയെടുക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇത്തവണത്തേത്. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു. കഴിഞ്ഞ തവണ പൂർണ്ണമായും LDFനൊപ്പം ഉണ്ടായിരുന്ന പ്രബല സമുദായമായ നാടാർ വിഭാഗം അതിശക്തമായി തന്നെ ഇത്തവണ UDFനൊപ്പം നിലയുറപ്പിച്ചു.
അതുപോലെ CSI പ്രതിനിധിക്ക് തമിഴ്നാട് കോൺഗ്രസ് വിളയങ്കോട് സീറ്റ് നൽകുന്നതിനാൽ കോൺഗ്രസിനൊപ്പം അവരും നിലയുറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ തവണ കിട്ടിയതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ന്യൂനപക്ഷ വോട്ടുകളും ഒപ്പം ഭൂരിപക്ഷ വോട്ടുകളും KS ശബരീനാഥൻ എന്ന യുവനേതാവിൽ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJPയെ തോൽപ്പിക്കാൻ ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്ത ന്യൂനപക്ഷം മുഴുവനായും ഇത്തവണ ശബരീനാഥനോടൊപ്പമാണ്. അതുപോലെ ശിവൻകുട്ടിക്ക് വോട്ട് ചെയ്ത മറ്റു പല സമുദായങ്ങളും അദ്ദേഹത്തിന് തന്നെ ജയിക്കണം എന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലായതോടെ അവരെല്ലാം ശബരീനാഥനോടൊപ്പം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം ആ വോട്ടുകൾ പ്രതിപക്ഷമായ UDFന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും ഉറപ്പിക്കുകയാണ്. ഒപ്പം കോർപ്പറേഷനിൽ ഒരു താരപരിവേഷമുള്ള കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് അതിനേക്കാളെല്ലാം ഏറെ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളം തന്നെ ഏറെ സ്നേഹിക്കുന്ന G കാർത്തികേയൻ്റെ മകൻ എന്നുള്ള നിലയിൽ ശബരീനാഥിൻ്റെ വിജയം ഏറെക്കുറെ ഉറപ്പാക്കുകയാണ്. ഒന്നാമത് ശിവൻകുട്ടിയുടെ ആരോഗ്യസ്ഥിതി അത്ര നന്നായിട്ടല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ജനങ്ങളും ശബരീനാഥൻ എന്ന നാട്ടുകാരനിലാണ് വിശ്വാസമർപ്പിക്കുന്നത്. ജയിക്കാൻ പോലും മനസ്സില്ലാത്ത സാഹചര്യത്തിൽ ശിവൻകുട്ടിക്ക് വലിയൊരു വിഭാഗം വോട്ടുകൾ നഷ്ടമാകും എന്നുറപ്പാണ്. GKയുടെ മകൻ, നാട്ടുകാരൻ, എന്നും കാണുന്നവൻ, ഇതൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന UDF സ്ഥാനാർത്ഥിയുടെ യുവത്വം അതൊക്കെ ശബരീനാഥനിലേക്ക് നേമം മണ്ഡലത്തെ അടുപ്പിച്ചു കൊണ്ടുവരികയാണ്. ഈ ഘടകങ്ങൾ മാത്രം കണക്കിലെടുത്താൽ ശിവൻകുട്ടി ജയിക്കാനുള്ള സാധ്യതയില്ല എന്നും UDF ക്യാമ്പാകട്ടെ ഒറ്റക്കെട്ടായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയുമാണ്. മാത്രമല്ല നേമം എന്നൊരു മണ്ഡലവുമായി ഒരു ബന്ധവുമില്ലാത്ത, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അസ്ഥിരതയുണ്ടാക്കാനും വർഗീയതയുടെ പേരിൽ പ്രശ്നങ്ങളുണ്ടാക്കാനും പണം വാരിയെറിയാനും വേണ്ടി മാത്രം കേരളത്തിലെത്തിയ രാജീവ് ചന്ദ്രശേഖറിനെ നേമം മണ്ഡലംകാർക്ക് വേണ്ട എന്നും ഇനി ശിവൻകുട്ടി അദ്ദേഹത്തെ ജയിപ്പിക്കാൻ രഹസ്യ ജോലി ചെയ്താൽ ശിവൻകുട്ടിയുടെ വോട്ടും ശബരീനാഥന് ചെയ്യുമെന്നാണ് ജനങ്ങളുടെ മുന്നറിയിപ്പ്. സംഘപരിവാറിൻ്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരാളായി മാറിയ ശിവൻകുട്ടി തൻ്റെ മണ്ഡലം രാജീവ് ചന്ദ്രശേഖരന് കാഴ്ചവെക്കുന്നു എന്ന രഹസ്യധാരണ കയ്യോടെ പിടിച്ചതോടെയാണ് ശബരീനാഥൻ എന്ന അനന്തപുരിയുടെ മുത്തിന് തിളക്കം ഏറിത്തുടങ്ങിയത്. ദിവസങ്ങൾ കൊണ്ട് നേമത്തിൻ്റെ മുഖം അങ്ങനെ മാറുകയാണ്.